നിലാക്കനവിലെ നിലാകവിതയോ നീ, ഈ പകലിലെ പോക്കുവെയിലോ നീ, പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. ശ്രുതിയുടെ കുഞ്ഞിന്റെ അവകാശം പറഞ്ഞ് ആരും വരില്ലെന്ന് രവിക്കും സബിതയ്ക്കും ഉറപ്പ് കൊടുക്കുന്ന അരുൺ തോമസ്. ഹോസ്പിറ്റലിൽ ശ്രുതി അന്വേഷിച്ചു വരുന്ന സിറിലിന് ശ്രുതി അവിടുന്ന് പോയി എന്നുള്ള വിവരം ലഭിക്കുന്നു. അത് കേട്ട് അങ്കലാപ്പിലാവുന്ന സിറിൽ അരുൺ തോമസ് ശ്രുതിയെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇനി തുടർന്ന് കാണുക. എടാ, ഇഷ പ്രസവിച്ച കുഞ്ഞ്, നിന്റെ കുഞ്ഞ്, അതാണാണോ പെണ്ണാണോ നീ അന്വേഷിച്ചോ? നിനക്ക് ആകാംക്ഷയല്ലേ അറിയാൻ? എടാ എടാ ഇഷ പ്രസവിച്ചതൊരു പെങ്കൊച്ചിനെയാടാ. ആ, അമ്മയെപ്പോലെ തന്നെ സുന്ദരിയായൊരു പെങ്കൊച്ച്. ഈ ജീവിതം മുഴുവൻ നിന്റെ സമാധാനം പോകാൻ അതുപോലെടാ. എന്തേ മിണ്ടാട്ടമല്ലേ പൊടിമോന്? കാണണം തോന്നുന്നുണ്ടോ? അമ്മയും കുഞ്ഞിനെയും കാണണം തോന്നുന്നുണ്ടോ? എങ്കിൽ അവളെവിടെ പ്രസവിച്ച് കിടക്കുന്നതെന്ന് അന്വേഷിക്കടാ, അന്വേഷിക്കടാ. എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല, നീ വേണമെങ്കിൽ അന്വേഷിക്കുക. കൊന്നു കളയുന്നില്ല ഞാൻ നിന്നെ, നിന്റെ കുടുംബത്തെയും വെച്ചേക്കില്ല ഞാൻ ഈ ഭൂമിയിൽ. ചെന്ന് ചോദിക്കടാ നിന്റെ ചേട്ടത്തെയും മേടും ചേട്ടനോടും അവൾ എവിടെയാണെന്ന്. ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്നെ വിളിച്ച് പറയ്. ഞാനൊരു വരവൂടെ വരും നിന്റെ കുടുംബത്തിലോട്ട്, പൊളിച്ചടുക്കും ഞാൻ. നിശാന്തി ശങ്കറിന്റെ മകൾ ഇഷ അരവിന്ദ് നൊന്ത് പ്രസവിച്ച കുഞ്ഞിന്റെ തന്ത നീയാണെന്ന് ആ കുഞ്ഞിനെ ദത്തെടുത്ത നിന്റെ ചേട്ടനും ചേട്ടത്തേക്ക് അറിയലടാ. ആ പാവങ്ങൾക്ക് അറിയലടാ, ഇപ്പോഴും അറിയല. അതെനിക്ക് എപ്പ വേണമെങ്കിലും പൊട്ടിക്കാം. അത് ഈ കൈവെള്ളയിലിരിക്കുക. നീ നിന്റെ സബിതേച്ചിയോട് തന്നെ പറയടാ, അവർ വിചാരിച്ചാൽ നടക്കും. നീ അവരോട് ചോദിക്ക്, അവരോട് ചോദിക്കടാ അവളെ എവിടെയാ കൊണ്ട് താമസിപ്പിച്ചേക്കുന്നതെന്ന്. നീ ചോദിച്ചാൽ അവരറിയില്ല എന്ന് പറയും. പക്ഷെ അത് പറയിപ്പിക്കേണ്ടത് നിന്റെ കടമയാ, നിന്റെ ആവശ്യമാ. അവരെ ബോധിപ്പിക്കേണ്ട ഒരു കള്ളം നീ കണ്ടുപിടിക്കണം. നീ വലിയ മിടുക്കനല്ലേ കള്ളമൊക്കെ കണ്ടുപിടിക്കാൻ. നിന്നെ ഭയങ്കര വിശ്വാസമാണ് അവർക്ക്. പോയി കാണാ. ഞാനിപ്പ പറഞ്ഞത് ഉഴപ്പാനും ഉടായിപ്പ് കാണിക്കാനും ആണേല് അവസാനത്തെ ആണിയില്ലേ, ഇപ്പൊ ഞാനീ പറഞ്ഞ ആണി നിന്റെ പെണ്ണുമുള്ളയുടെയും തലമണ്ടയ്ക്കടിക്കും ഞാൻ. ചാർത്തി തരും ഞാൻ, കേട്ടറാ. നീ പ്ലാൻ ചെയ്, എന്താന്ന് വെച്ചാ ഐഡിയ വർക്കൗട്ട് ചെയ്യടാ. എന്നിട്ടേ എൻ്റെ അടുത്ത് പറ. അതുവരെ ഞാൻ നിന്റെ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് കാണാം. രണ്ടരയ്ക്ക് മുമ്പ് കോർപ്പറേഷൻ ഓഫീസിലെത്തണം, അല്ലെങ്കിൽ അവന്മാര് പോവും. എന്റെ നെഞ്ചിടിക്കാ രവി. എന്തിന്? കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോവല്ലേ. ഇന്നു മുതൽ രേഖാമൂലം ഞാനൊരു അമ്മയാവുകയല്ലേ. അപ്പൊ ഞാനോ? അച്ഛൻ. മോള് വിളിക്കും മുടിയാൻ അച്ഛനെന്ന്. അത് കൊള്ളാം. അവള് വളരുമ്പോഴേ എന്റെ മുടിയിലായിരിക്കും ആദ്യം പിടിക്കുക, അല്ലേ സബി? അതഴിച്ചിട്ട് കാണിക്കല്ലേ, രാക്ഷസനാണെന്ന് വിചാരിക്കും കൊച്ചി. എങ്കിൽ പിന്നെ നിങ്ങൾ അഴിച്ചിട്ടിരിക്കണ മുടിയോ? പിന്നെ രവി, സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമ്പോ മോക്കൊരു പേര് ചേർക്കണ്ടേ നമ്മള്? അത് ശരിയാണല്ലോ. ഇപ്പൊ അത് ശരിയാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മളതിന് ഇറങ്ങണ്ടേ? അത് ശരിയാ. അപ്പൊ പിന്നെ താനൊരു പേര് പറ നോക്കട്ടെ. അത് വേണ്ട, അത് ഈ സാഹിത്യകാരൻ തന്നെ കണ്ടെത്തിയാൽ മതി. നല്ല പൊയറ്റിക് ആയിട്ടുള്ളൊരു പേര്. പൊയറ്റിക് ഒന്നും വേണ്ട, ദൈവം തന്ന വരദാനോ, അതൊരനുഗ്രഹം. അതുകൊണ്ട് അങ്ങനെ ഒരു പേര് മതി. അച്ഛൻ്റെ മനസ്സിൽ കുറെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുഞ്ഞുണ്ടാവുമ്പോൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതൊരു കാലം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അച്ഛനോട് ചോദിച്ചാൽ എന്താ വായിന്ന് വീഴുന്നെന്ന് പറയാൻ പറ്റില്ല. എന്നാലും രവി ഒരു ഒപ്പീനിയൻ പറ, എന്താ വിളിക്കാൻ പോണേന്ന്? എനിക്കാണെങ്കിൽ വീട്ടിൽ വിളിക്കാൻ ശ്രീകുട്ടിയെന്നാ ഇഷ്ടം. നമ്മുടെ ശ്രീയല്ലേ അവള്. അത് കൊള്ളാം. അപ്പോ ലക്ഷ്മി ദേവിയുടെ പേരിടാം, ശ്രീലക്ഷ്മി.
ആ തനിക്ക് ശ്രീകുട്ടിയെന്നും എനിക്ക് ലച്ചുവെന്നും വിളിക്കാം. അതങ്ങ് ഉറപ്പിച്ചാലോ? അത് കൊള്ളാം. ഉറപ്പിച്ചു. ശ്രീലക്ഷ്മി. ആ ഫോണിൽ പൊടിമോനാണല്ലോ. എടുത്തു നോക്ക്, എന്തേലും പറയാനുണ്ടാവും. ഹലോ പൊടിമോനെ, എന്താടാ? ആ ചേച്ചി ചേച്ചി കോളേജിലാണോ? അല്ല, ഞാൻ അവിടുന്ന് 1-2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. എനിക്ക് ഏട്ടത്തെ അത്യാവശ്യമായിട്ടും കാണണമായിരുന്നു. എന്തു പറ്റി? അത് നേരി കാണുമ്പോൾ പറയാം. കുറച്ച് എമർജൻസിയാ. ഞങ്ങൾ 1-2 സ്ഥലത്ത് പോവാണല്ലോ. അത് കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോ കണ്ടാ മതിയോ? എനിക്കിപ്പൊ തന്നെ കാണണം, ഇപ്പൊ സംസാരിക്കണം. ഒന്ന് ഹോൾഡ് ചെയ്യണേ. പൊടിമോന് എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് എന്നോട് ഇപ്പൊ അങ്ങോട്ട് ചെല്ലാൻ. കാണാന്ന് പറ. ഹലോ, ഞാൻ എവിടെ വരേണ്ടത്? ഏട്ടത്തെ എവിടെയാ എവിടെയാ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ഞാൻ ഇറങ്ങുമ്പോ വിളിച്ചു പറയാം. ഓക്കെ ശരി. എന്തോ എമർജൻസിയാ, സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. എന്തേലും കാണുമായിരിക്കും. തന്നോടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയൂ. തന്നെ ഞാൻ അടുത്ത സ്റ്റോപ്പിൽ വിടാം. ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ തന്നെ അറിയിക്കാം. എന്താ പോരെ? മതി, ഇവിടെ ഇറക്കിയേ. ഹലോ പൊടിമോനെ, ഞാനിവിടെ എത്തി. നീ എവിടെയാ? ഓ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നീ വേഗം വാ. ശരി. എന്താ പൊടിമോനെ, എന്തു പറ്റി? രവിയേട്ടന്റെ ആ സുഹൃത്തിന്റെ വീട്ടില് പിന്നെ പിന്നെ നിങ്ങൾ പോയിരുന്നോ? അത് തിരക്കായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഏതായാലും പൊടിമോൻ വിളിച്ചത് നന്നായി. കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നീയിപ്പോ ഞങ്ങളുടെ ആ പഴയ പൊടിമോനെ അല്ല. സത്യത്തില് നിന്നോട് സംസാരിക്കാൻ തന്നെ ഞങ്ങൾക്ക് പേടിയാ. എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് നിനക്ക്, ഞങ്ങളോട് ഒട്ടും ഇഷ്ടമില്ലാത്തതുപോലെ. അതൊക്കെ വെറും നിങ്ങളുടെ തോന്നലുകളാ. തോന്നലുകളല്ല. നിന്നെ കരുതി അച്ഛനും രവിയും ഞാനും ഒക്കെ എത്ര വിഷമിക്കുന്നുണ്ടെന്നറിയോ? ഇപ്പൊ അച്ഛൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ? പറഞ്ഞു പറഞ്ഞ് അച്ഛൻ്റെ മാനസിക നില മൊത്തം തെറ്റിയിരിക്കുക. അതിനൊക്കെ കാരണക്കാരനാരാ? ജയസുധ അങ്ങനെ ചെയ്തതിൽ അവൾക്കൊരു ന്യായമുണ്ട്. അത് ഞങ്ങളെ വേദനിപ്പിക്കുന്നതിൻ്റെ എത്ര ഇരട്ടിയാ നിന്റെ വാക്കുകളും പെരുമാറ്റവും ഒക്കെ. അതിന് എന്നെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? ഒരു സാഹചര്യം വന്നപ്പോ അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നു, പറയേണ്ടി വന്നു. അല്ലാതെ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഞങ്ങൾ എപ്പോഴും പറയുന്നതല്ലേ സ്വത്തൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന്. അതെല്ലാം നിന്റെ ഇഷ്ടപ്രകാരം എന്താന്ന് വെച്ചാൽ അയക്കോ. പക്ഷേ നമ്മുടെ കുടുംബം തകരരുത് മോനെ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി നിന്റെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ. പക്ഷേ ഞങ്ങളെ കുത്തി നോവിക്കാനുള്ളൊരു ആയുധമായിട്ടാ ജയസുധ അതിനെ കാണുന്നത്. എന്തുമാത്രം പരിഹാസവും കുത്തുവാക്കുകളോ അവളുടെ സംസാരത്തിൽ. അതൊക്കെ ഞങ്ങൾക്കൊരു കുഞ്ഞില്ലാത്തതുകൊണ്ടല്ലേ. നിങ്ങളും ഞങ്ങളോട് വാശി പിടിച്ചോണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചേ. 2 മാസം കഴിയുമ്പോൾ തിരിച്ചു വരുന്ന രവിയേട്ടൻ പറഞ്ഞു എന്തോ വാശി പോലെ. അത് വാശിക്കല്ല. ശ്രുതി പോകുന്നതിന് മുമ്പേ ഞങ്ങളെ പേപ്പേഴ്സൊക്കെ മൂവ് ചെയ്തിരുന്നു. അവള് ഞങ്ങളെ ചതിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ലല്ലോ. പിന്നെ ഞാനിപ്പോ സവിതയെടുത്ത് കാണണമെന്ന് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാനാ. എന്താ പൊടിമോനെ കാര്യം? എന്തിനിപ്പോ വണ്ടി നിർത്തിയത്? എന്താ കാര്യം? ശ്രുതിയോടെ ശ്രുതിയെ
അവരുടെ റിലേറ്റീവ്സ് ആരോ വന്ന് കൊണ്ടുപോയല്ലോ. അതിനുശേഷം എവിടെയെന്ന് എനിക്കറിയില്ല. രവിക്കും അറിയില്ല. ഇത് പ്രശ്നമാവും. പ്രശ്നോ? എന്ത് പ്രശ്നം? അച്ഛൻ അവളുടെ പേരിൽ സ്വത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അത് അവള് പോയ സ്ഥിതിക്ക് ഇനി അതിനിപ്പോ വാലിഡിറ്റി ഒന്നും ഇല്ലല്ലോ. പോയാലും ഇല്ലെങ്കിലും നമ്മുടെ സ്വത്തിന്റെ അവകാശം അച്ഛൻ അവളെയും കൂടി ചേർത്തല്ല എഴുതിയിരിക്കുന്നേ. ഇനി അവൾ വരാതെ ഒരു കാരണവശാലും ആർക്കും സ്വത്ത് വീതിക്കാൻ കഴിയില്ലെന്നാ മോഹന വക്കീൽ പറയുന്നത്. മോഹനം വക്കീലോ? അതാരാ? അച്ഛന്റെ സുഹൃത്താ. മോഹനം വക്കീലിന് ഞങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങൾ അറിയിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ അച്ഛൻ ചെയ്യുന്നത്. അയാൾ മുഖാന്തരമാണ് അച്ഛൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. യാദൃശ്യമായി കണ്ടപ്പോഴാണ് വക്കീൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനിയിപ്പോ എന്തു ചെയ്യും? അവള് വരണം. അവളും കുഞ്ഞും. രണ്ടുപേരുടെ പേരിലാണ് സ്വത്ത് എഴുതിയിരിക്കുന്നത്. മാവേലിക്കരയിലെ മാത്രമല്ല, പന്തളത്തെ സ്ഥലത്തും തുല്യ അവകാശമാണ് എഴുതിയിരിക്കുന്നത്. സബിതർത്തി, ഇത് നിസ്സാര കാര്യമല്ല. ഞാൻ ഇതൊന്നും ജയസുധയോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞ അതിന്റെ അവസ്ഥ ഏട്ടത്തിക്ക് അറിയാലോ. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. അവളെയും കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് വക്കീലിന്റെ അടുത്ത് എത്തിക്കുക. അതേ ഉള്ളൊരു പോംവഴി. ഒരു കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞു. ഏട്ടത്തിക്ക് അറിയാം അവൾ എവിടെയാന്ന്. അത് ഏട്ടത്തിക്ക് രവിയേട്ടന് മാത്രമേ അറിയൂ. എനിക്കോ? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കറിയില്ല എവിടെയെന്ന്. അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു സുഹൃത്തിന് ആക്സിഡന്റ് ആയെന്നും പറഞ്ഞ് രാത്രിയിൽ രവിയേട്ടൻ കാർ എടുത്തോണ്ട് പോയില്ലേ? പുലർച്ചെ ഏട്ടത്തെയും ടാക്സി വിളിച്ചു പോയി. സത്യത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ എവിടെയാ പോയത്? അവളെ എവിടെയോ കൊണ്ടാക്കാൻ പോയതല്ലേ രഹസ്യമായിട്ട്? നീ എന്തൊക്കെയാ പറയുന്നത്? ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളേ അല്ല. നിങ്ങൾ അവളെ കൊണ്ടുപോയി താമസിപ്പിക്കാനാണ് പോയത് ആണോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇനിയിപ്പോ നിനക്ക് ഇത്ര സംശയമാണെങ്കിൽ രവി വരട്ടെ. രവിയോട് ചോദിക്കേ. ജയസുധ ഓരോന്ന് അവിടെ ചെന്ന് പറയും. അവൻ അതിനനുസരിച്ച് ഇവിടെ ഒന്ന് തുള്ളിച്ചാടുക. എനിക്കറിയാവുന്ന കാര്യമല്ലിത്. രവിക്കും അറിയില്ല. ഒരു കാര്യം ചെയ്, ഇപ്പൊ ഇത് ആരോടും പറയണ്ട. ഞാൻ രവിയോട് സംസാരിക്കട്ടെ. ഞാൻ ചോദിക്കാം എന്താ സംഭവിച്ചെന്ന്. അല്ലാതെ എനിക്കറിയില്ല. ഏട്ടത്തി, എനിക്കറിയാം. നിങ്ങൾ അവളെ എവിടെ ഉണ്ടെങ്കിലും കൊണ്ടുവരണം. എന്നിട്ട് അച്ഛൻ എഴുതിയ വിൽപ്പത്രം ആവശ്യമില്ലാന്ന് അവളെ കൊണ്ട് എഴുതി വാങ്ങിപ്പിക്കണം. എടുത്ത് സമ്മതിപ്പിക്കണം. പൊടിമോനെ എനിക്ക് അറിയില്ല. ഞാൻ നോക്കട്ടെ. ഞാൻ രവിയോട് സംസാരിക്കട്ടെ. എന്നിട്ട് ഞാൻ പറയാം. സംസാരിക്കട്ടെ. അല്ലാതെ എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. സത്യം. എടുത്ത് രവിയോട് സംസാരിക്കണം. സംസാരിക്കാം. കൊണ്ടുവരണേ. ഇരുപത്തെട്ടും പേരിടിയിലും ഒക്കെ അതിന്റെ ഒരു ആചാര രീതിയല്ലേ. നമ്മുടെ കുഞ്ഞല്ലേ അത്. അതിനുള്ള അവകാശവും നമുക്കുണ്ടല്ലോ. താനേ ആ കലണ്ടർ ഒന്നും എടുത്തേ. അത് നമ്മൾ മാത്രം ആഗ്രഹിച്ച പോരല്ലോ രവി. അവളും കൂടെ അംഗീകരിക്കണ്ടേ? അതിപ്പോ അവള് മാത്രം പോരല്ലോ. അരുൺ തോമസും അംഗീകരിക്കണ്ടേ? അതൊക്കെ എന്തിനാ അരുൺ തോമസ് അംഗീകരിക്കുന്നേ? ശ്രുതിക്ക് കാര്യം മനസ്സിലാവില്ലേ? അത് നമ്മൾ കണ്ടതല്ലേ രവി. നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ അരുൺ തോമസിനെ വിളിച്ചു വരുത്തിയത്. താൻ ഇപ്പോഴും ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണോ? അതുപോലെ അല്ലല്ലോ ഇത്. വരുന്ന ഞായറാഴ്ച നല്ല ദിവസവും മുഹൂർത്തവും ഒക്കെയാ. നമുക്ക് ശ്രുതിയോട് പറയാം. അന്നാവുമ്പം കറക്റ്റ് 28 ദിവസവും തികയും. സൺഡേ ആവുമ്പം വല്ല കള്ളവും പറഞ്ഞുകൊണ്ടങ്ങ് ഇറങ്ങുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല ശ്രുതി ചടങ്ങിന് നൂലുകെട്ടിനും ഒക്കെ സമ്മതിക്കുമെന്ന്. അതൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാടോ. അത് മാത്രമല്ല, അന്ന് പോയതിനു ശേഷം നമ്മൾ പിന്നെ ആ കുഞ്ഞിനെ കണ്ടിട്ടുമില്ലല്ലോ. അതിനെ എവിടെ എങ്ങനെ താമസിപ്പിച്ചിരിക്കുന്നതൊക്കെ ആര് കണ്ടു? ഒരു വിവരമില്ല. ഒരു ഫോൺ നമ്പർ പോലും തന്നിട്ടില്ല. അതിനല്ലേടോ ഈ ബുദ്ധി, ഈ നൂലുകെട്ട്. അവൾ എവിടെയാന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാ. അരുൺ തോമസിനെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. താനാ വെള്ളവും കെടുത്തേ. തലവേദനയുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് അവൾ എവിടെയാണെന്ന് കണ്ടെത്തണം രവി. എന്താടോ, തനിക്ക് കൊച്ചിനെ കാണാൻ തിടുക്കമായോ?
കുഞ്ഞിനെ കാണാനല്ല, ശ്രുതിയെ കാണാനാ. അതും എത്രയും പെട്ടെന്ന്. അതെന്താടോ അങ്ങനെ? ഒരിക്കൽ നമ്മളിവിടെ ഇല്ലാത്തപ്പോ ഏതോ ഒരു വക്കീൽ ഇവിടെ വന്നു പോയെന്ന് അമ്മ പറഞ്ഞില്ലായിരുന്നോ? ആ, അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന വക്കീലല്ലേ. അതിനിപ്പോ എന്താ? ആ വക്കീലാ നമ്മുടെ പഴയ കേസിനൊക്കെ അച്ഛനെ സഹായിച്ചത്. അച്ഛന്റെ സുഹൃത്താ. ആ വക്കീല് കഴിഞ്ഞ ദിവസം പൊടിമോനെ കണ്ടിരുന്നു. എന്തൊക്കെയോ വലിയ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. കുഴപ്പങ്ങളോ? പൊടിമോനോട് എന്താ പറഞ്ഞേ? രവി എന്താ പ്രശ്നമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തോ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ ഭയങ്കര സങ്കടത്തോടെ. താൻ എന്തേ കിടന്ന് പൊലുമ്പന്തേ? ഒന്ന് തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശ്രുതി ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ. അങ്ങനെ അവൻ പറഞ്ഞത്. എന്താ കാര്യമൊന്നും എനിക്കറിയില്ല. അച്ഛൻ വിളിക്കുന്നു. എടാ, നീ ഇവിടെ കയറി പെണ്ണും പിള്ളേരുടെ കൂടെ അടയിരുന്നു. ഒരു കാര്യം അറിയണ്ടല്ലോ. എടാ, എനിക്ക് 8:30 ബസ്സിന് പോകണ്ടേ? എന്റെ പേപ്പർ ഒന്നും കാണുന്നില്ല. അതെവിടാ എടുത്തു വെച്ചത്? അതിങ്ങിതാ. എവിടാ വെച്ചേക്കുന്നെന്ന്? ഇവിടെ ആരും ആരുടെയും പേപ്പർ ഒന്നും എടുത്ത് ഒളിച്ചു വെച്ചിട്ടില്ല. അച്ഛന് വേറെ ജോലിയൊന്നുമില്ലേ? എനിക്ക് വില്ലേജ് ഓഫീസിൽ കൊടുക്കാനുള്ളതാ. നീ തന്നെയാ എടുത്തു വെച്ചത്. എനിക്കറിയാം. അതിങ്ങ് എടുത്തു വേഗം. അച്ഛനൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ ഇവിടുന്ന്? മനുഷ്യൻ ഇവിടെ തലവേനെടുത്ത് പൊളിഞ്ഞിരിക്കുമ്പോഴാ അച്ഛന്റെ ഒരു പോ. അച്ഛൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കേ. ഒന്ന് പോയിക്കേ. ഞാൻ പോകാവിടാ. ഞാൻ പോകാം. ഞാൻ പോണമല്ലോ. പോകേണ്ടവനാണല്ലോ. നീ കണക്ക് പറയേണ്ടടത്ത് പറയും. എന്റെ പൊടിക്കുഞ്ഞിനെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലയോ. എല്ലാരും വലിയ മിടുക്കരാ, മിടുമിടുക്കന്മാർ. എനിക്ക് 8:30 ബസ്സിന് പോണം. എനിക്ക് 8:30 ബസ്സിന് പോണം. എനിക്ക് 8:30 ബസ്സിന് പോണം. സബി, വക്കീൽ എന്താ പറഞ്ഞേ? പൊടിമോനോട് എന്താ പറഞ്ഞേ? നീ ഒന്ന് പറ. മോളെ സബി, സബി, ഇത് എടുത്തു വെച്ചിട്ട് ആരെയും കാണുന്നില്ലല്ലോ. കഴിക്കാൻ വാ. സബി, മോളെ. എന്തോ? ഇതാ വരുന്നു. എല്ലാരും വലിയ മിടുക്കരാ, മിടുമിടുക്കന്മാര്. എന്റെ പേപ്പർ എടുത്തങ്ങ് മാറ്റി വെച്ചു. 8:30 ബസ്സിന് ഞാനങ്ങ് പോകും. എനിക്കാരെയും നോക്കേണ്ട ആവശ്യമില്ല. ജയസുധയും പൊടിമോനും കഴിച്ചായിരുന്നോ അമ്മേ? അതിന് നമ്മൾ ഉണ്ടാക്കുന്നൊന്നും അവക്ക് വേണ്ടല്ലോ. എന്തോ പുറത്തുനിന്ന് വാങ്ങിച്ചു മുകളിലേക്ക് പോന്നേ കണ്ടു. രവി, മോളെ, നിറവയറോടെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ ശ്രുതി? എന്റെ കണക്ക് വെച്ചിട്ടാണെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ അവള് പ്രസവിക്കേണ്ടതാണ്. ആൺകൊച്ചാണോ പെൺകൊച്ചാണോ എന്തോ. ശ്രുതി വല്ലതും വിളിച്ചു പറഞ്ഞായിരുന്നോ? ഇല്ലമ്മേ. അവര് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചോണ്ട് പോയെന്നാ പറഞ്ഞത്. പിന്നൊന്നും അറിഞ്ഞില്ലല്ലോ. നിങ്ങൾക്കൊന്ന് വിളിച്ചെങ്കിലും അന്വേഷിച്ചു കൂടായിരുന്നോ സബി? അതിന് നമ്പർ അറിയില്ലായിരുന്നു അമ്മേ. അപ്പൊ നമ്പരും മാറ്റിയോ? അറിയില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല അവളെ. അവളെയും കുഞ്ഞിനെയും ഒന്ന് കാണണമെന്ന് ആഗ്രഹം. ആ ആഗ്രഹം അവക്കൂടെ വേണ്ടേ അമ്മേ? എനിക്ക് 8:30 ബസ്സിന് തന്നെ പോണം. എല്ലാരും വലിയ മിടുക്കന്മാരാ. ഈ പിള്ളച്ചേട്ടൻ ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് വിളിച്ചിട്ടാണെങ്കിലും വന്നില്ല. അമ്മയൊന്ന് പോയി വിളിക്ക്. ആര് വിളിച്ചിട്ടെന്താ? പിള്ളച്ചേട്ട വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കേ. ഞാൻ പറയുന്നത് കേക്ക്.
എന്നാലും ഇത് ഭയങ്കര അഴിമതിയും തട്ടിപ്പുമല്ലേ? ഞങ്ങളുടെ വില്ലേജ് ഓഫീസിൽ പോലും നടക്കാത്ത കാര്യങ്ങളാ ഇതൊക്കെ. ആണ് സാറേ, തട്ടിപ്പാ, അഴിമതിയാ. ഈ സബിത എന്ന് പറയുന്നത് വലിയ കോളേജ് അധ്യാപികയല്ലേ? ആ, അത് മാത്രോ? ഈ രവി എന്ന് പറയുന്ന ആരാ? പ്രശസ്ത സാഹിത്യകാരനും പുസ്തക പ്രസാധകനും ഒക്കെ അല്ലേ? ഷോ, എന്നിട്ടും ഈ തട്ടിപ്പോ? ആണെന്നേ. ഇവരൊക്കെ ഇത്ര ബുദ്ധിയില്ലാത്തവരായി പോയല്ലോ. ഇവരുടെയൊക്കെ ജോലിയെ ബാധിക്കുന്നുള്ള കാര്യം അറിയില്ലേ? ചിലപ്പോ പണി വരെ പോവും. ഇതിപ്പോ കുഞ്ഞിനെ കൊടുത്തോളും ഡോക്ടറും ഹോസ്പിറ്റൽ മാനേജ്മെന്റും എല്ലാവരും കൊടുങ്ങണം. ഇതൊന്നും അറിയാതെയാണ് ഇവര് ചെയ്യുന്നത്. അറിയരുതല്ലോ. അതൊക്കെ അറിയിക്കേണ്ടുന്ന നേരത്ത് ഞാൻ അങ്ങ് അറിയിക്കില്ലേ ഗോപി സാറേ? സാർ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. നാളെ എനിക്കിതൊരു കുരിശാവോ സിറളെ? എൻ്റെ ഗോപി സാർ എന്നെ അങ്ങനെയാണോ കണ്ടേക്കുന്നേ? സാറേ, ഒരു പാലം ഇട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണം. അങ്ങനെ കരുതുന്നവനല്ലേ ഞാൻ. കാര്യം കണ്ടിട്ട് പാലം വലിക്കരുത്. ഇല്ലെന്നേ. സാറേ, രവി അവിടെ തന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സാറൊന്ന് എടുത്തു വെച്ചേക്കണേ. ആ, അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. പക്ഷേ അതിനൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഈ ഗോപി സാറിൻ്റെ ഒരു കാര്യം എനിക്കതൊക്കെ അറിയുകയല്ലേ? അതൊക്കെ ഞാൻ അറിഞ്ഞ് ചെയ്യല്ലേ സാറേ? ദാ, ഇത് പിടിച്ചോ. ഇതൊരു അഡ്വാൻസാ. ബാക്കി പിന്നാലെ. എനിക്കിനിയും ഗോപി സാറിനെ ആവശ്യമുണ്ടല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സിറിൽ സാർ പറഞ്ഞാൽ മാത്രം മതി. അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. സാർ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അല്ല, എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തു കുഴപ്പം? ഇല്ല. അല്ല, ഇപ്പൊ എവിടെയാ സാറേ ആ കുഞ്ഞും തള്ളയൊക്കെ? അതറിയല, നമുക്ക് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. കുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ട് വരാൻ 2 മാസത്തെ സമയമുണ്ടല്ലോ. അതിനിടയിൽ ലീഗലി വേറൊരു കുട്ടിയാണ് ദത്തെടുക്കുന്നതെന്ന് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഓടിക്കൊണ്ടിരിക്കുക രവിയും സബിതയും. വീട്ടുകാരെയും നാട്ടുകാരെയും എന്നെ പോലും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഓരോ നിമിഷം വിജിലന്റ് ആയിരിക്കണ്ടേ സാറേ? പിന്നെ അതല്ലേ അതിന്റെ ശരി? അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാന്നേ, ഞാൻ ഏറ്റന്നേ. ആ, അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങാം അങ്ങോട്ട്. സാറിന് ഇവിടെ ഇറങ്ങണ്ടേ അല്ലേ? ആ, ഓക്കെ, ഗുഡ് നൈറ്റ്. See you. ബൈ. Bye. Yeah.